ഹലോ മച്ചാമാരെ, അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കേരളത്തിലെ ഒരു ഫോറസ്റ്റിലേക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. നമ്മളെന്താ പറയുക, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിത് കിട്ടിയ വഴിക്ക് അങ്ങനെ ഇറങ്ങുകയാണ്. ജസ്റ്റ് 1 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് മുകളിലൊന്നും കാണാനില്ല. ആകെയുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ ആ കാണുന്നത് നമുക്കൊരു അഡ്വഞ്ചർ പോലെ നമുക്ക് ഇത്ര കുറച്ച് ട്രാവൽ ചെയ്ത് കഷ്ടപ്പെട്ട് അവിടെ എത്തുമ്പോൾ ഒരു രസം അത്ര മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ നാട്ടുകാരെ വിളിച്ച് അവാർഡ് വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് വേണ്ട ഓടാന്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഫോറസ്റ്റ് വൈബാണ്. എവിടെ എത്തുന്ന നടന്നത, പക്ഷേ എത്തും, എവിടെയെങ്കിലൊക്കെ എത്തും. അപ്പോൾ നമ്മളിതാകണം ഇജാതി ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകുന്നത്. ഇവിടെ പാമ്പുണ്ടോ അല്ല കടുവുണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ കേസ് ഇതാ കണ്ടില്ലേ, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം ഫോറസ്റ്റിനുള്ളിലാണ്, ആരും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ടാണ് വന്നത്. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ അവരിവിടെ നെയ്സായിട്ടുണ്ട്. എന്തെന്ന് ബിസ്ക്കറ്റ് ഉണ്ട് പച്ചമാരെ. അപ്പോൾ നമ്മളെ എന്താ പറയുക കാട്ടിനുള്ളിൽ വന്നു. നമ്മൾ കാണാൻ വന്നിട്ടുണ്ടാകുന്നത് എന്താ പറയുക വെള്ളച്ചാട്ടമായിരുന്നു. അത് നമ്മൾ ചെറിയ വെള്ളച്ചാട്ടമാണ്. അത് നമ്മൾ കണ്ടു, ഹാപ്പിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററോളം നമ്മൾ കാട് ഇറങ്ങണം, എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് പറയില്ല, കാരണം ഇവിടെ ടൂറിസം അലൗഡ് അല്ല, ഇവിടെ സെക്യൂറാണ്. അതുകൊണ്ടാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, കാരണം നല്ല സൈലൻ്റാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വെള്ളച്ചാട്ടം കാണപ്പോൾ ഏകദേശം ഞങ്ങൾ 2 കിലോമീറ്ററോളം കാട് കയറി വന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചില സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ചില സമയങ്ങളൊക്കെ വരുന്നത്. കാരണം കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വരുമ്പോൾ വള്ളിയും കാര്യങ്ങളും പിന്നെ എന്താ പറയുക ഷോർട്ട് കട്ട് കൂടെയൊക്കെയാണ് കയറി വരുന്നത്. അപ്പോൾ നല്ല വഴി ഉണ്ടാവില്ല. ചില വഴികൾ നല്ല മനോഹരമായിട്ടുള്ള വഴികളുണ്ട്, എങ്കിലും ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇനിയും കാണാം. ഇത് വലിയ വീഡിയോ ഒന്നുമല്ല, പക്ഷേ ജസ്റ്റ് കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒരു അഡ്വഞ്ചർ യാത്ര എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്.